നമസ്കാരം. എല്ലാവർക്കും SK അസ്ട്രോ ലൈഫിലേക്ക് സ്വാഗതം. മേടം രാശിക്കാരെ, 2026 ഡിസംബർ 11 വരെ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രധാന മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. വക്രഗതിയിലുള്ള ശനി നിങ്ങളുടെ തൊഴിൽ, വരുമാനം, ലാഭം തുടങ്ങിയ കാര്യങ്ങളിൽ എന്ത് ഫലമാണ് നൽകുന്നത്? അതോടൊപ്പം ശനിയിൽ ലഭിക്കുന്ന ഗുരുദൃഷ്ടി നിങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാണ്? തൊഴിലിൽ ഉയർച്ചയുണ്ടാകുമോ? വരുമാനം വർദ്ധിക്കുമോ? പഴയ ആഗ്രഹങ്ങൾ സഫലമാകുമോ? ഇതെല്ലാം ഈ വീഡിയോയിൽ നോക്കാം. വീഡിയോ അവസാനം വരെ കാണുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവസാനം പറയുന്നുണ്ട്. ശനി 10ാം ഭാവവുമായി ബന്ധപ്പെട്ട് തൊഴിൽ, കരിയർ, ഉത്തരവാദിത്തം, സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങളിൽ പ്രധാന സ്വാധീനം നൽകുന്നു. പൂർത്തിയാകാതെ കിടന്ന ജോലികൾ പൂർത്തിയാക്കാനുള്ള അവസരം ഉണ്ടാകും. ശനി വൈകിപ്പിച്ചാലും നിഷേധിക്കണമെന്നില്ല. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ക്രമേണ നല്ല ഫലങ്ങൾ ലഭിക്കാം. 11ാം ഭാവം ലാഭം, വരുമാനം, ആഗ്രഹ സാഫല്യം, സുഹൃത്തുക്കൾ, ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ ഈ കാലഘട്ടത്തിൽ വരുമാനം വർദ്ധിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കാം. നേരത്തെ ശ്രമിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നും നേട്ടം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പഴയ ബന്ധങ്ങളിലൂടെയോ മുമ്പ് ചെയ്തിരുന്ന ജോലിയിലൂടെയോ നേരത്തെ നിർത്തിവച്ചിരുന്ന പദ്ധതികളിലൂടെയോ വീണ്ടും അവസരങ്ങളൊക്കെ വരാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗുരുദൃഷ്ടി. ശനിയുടെ സ്വഭാവം ക്ഷമയും ഉത്തരവാദിത്വവും ആവശ്യപ്പെടുന്നതാണ്. അതേസമയം ഗുരുവിൻ്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ കാര്യങ്ങളിൽ കൂടുതൽ പ്രതീക്ഷയും വളർച്ചയ്ക്കുമുള്ള അവസരങ്ങളും ഉണ്ടാകും. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കാനും സാമ്പത്തികമായി മെച്ചപ്പെടാനുള്ള വഴികൾ തുറക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കരിയർ വളർച്ച, വരുമാന വർധനവ്, ദീർഘകാല നേട്ടങ്ങൾ എന്നിവയിൽ ഗുരുദൃഷ്ടി അനുകൂലമായ സ്വാധീനം നൽകാം. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ചില അധിക ചിലവുകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടുന്നതായിരിക്കും. ശനിപ്രീതി വഴിപാടുകളൊക്കെ നടത്തുക. ശാസ്താക്ഷേത്ര ദർശനം നടത്തുക. എള്ളെണ്ണ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഹനുമത് ക്ഷേത്ര ദർശനം നടത്തുക. ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക. ഇത് പൊതുവായ ഫലങ്ങളാണ്. വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹസ്ഥാനങ്ങൾ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ കമൻറ്റും ചെയ്യാവുന്നതാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.